2020 ഡിസംബർ 31 തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് അസിസ്റ്റന്റ് ശ്രീ പ്രഭാകരൻ KS-ന് റിട്ടയർമെന്റ് ജീവിതത്തിൽ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് തുടങ്ങട്ടെ. 1964 ഡിസംബർ 20 ചെങ്ങാലൂർ കൊല്ലിക്കര ശ്രീധരന്റെയും കല്യാണിയുടെയും മകനായി ജനനം. മുപ്ലിയം ഗവൺമെന്റ് സ്കൂൾ ടീച്ചറായ ശ്രീമതി ജ്യോതിയാണ് പ്രഭാകരേട്ടന്റെ ജീവിതസഖി. മകൾ അനുപ്രിയ വിവാഹിതയായി. മകൻ അനുരാഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 1980 ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്നും 10ാം ക്ലാസ് പഠനം വിജയകരമായി പൂർത്തിയാക്കി. 20/1/1986 സെന്റ് തോമസ് ഹൈസ്കൂൾ വല്ലച്ചിറയിൽ താൽക്കാലിക നിയമനം നേടി. തുടർന്ന് 2/4/1986 സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ മാന്നാമംഗലത്ത് പാർട്ട് ടൈം മീനിയിലായി സ്ഥിര നിയമനം നേടി. കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ നിരവധി സ്കൂളുകളിൽ പ്രഭാകരൻ ചേട്ടൻ ഈയൊരു 30 വർഷക്കാലത്തെ സേവനത്തിനിടയ്ക്ക് ജോലി ചെയ്തിട്ടുണ്ട്. മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ നിന്ന് മാതാ HS മണ്ണമ്പേട്ടയിലേക്ക് ട്രാൻസ്ഫറായി. പാർട്ട് ടൈം മീനിയൽ തസ്തികയിൽ തന്നെ മാതാ HS മണ്ണമ്പേട്ടയിലേക്ക് ട്രാൻസ്ഫറായി. തുടർന്ന് ഓഫീസ് അസിസ്റ്റന്റായി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ തൃശ്ശൂരിലേക്ക് ട്രാൻസ്ഫറായി. മാതാ HS നിന്നാണ് സെന്റ് തോമസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രൊമോഷനായി ട്രാൻസ്ഫറായത്. ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ സെന്റ് തോമസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിരവധി കാലം ജോലി ചെയ്തതിനു ശേഷം വീണ്ടും മാതാ HS മണ്ണമ്പേട്ടയിലേക്ക് തന്നെ ഓഫീസ് അസിസ്റ്റന്റായി ട്രാൻസ്ഫറായി. മാതാ HS മണ്ണമ്പേട്ടയിൽ നിരവധി വർഷക്കാലം പ്രഭാകരൻ ചേട്ടൻ സേവനം ചെയ്തിട്ടുണ്ട്. ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ നിന്നും ക്ലറിക്കൽ തസ്തികയിലേക്ക് പ്രൊമോഷൻ ലഭിച്ചിട്ടും അത് വേണ്ട എന്ന് വെച്ച് തന്റെ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ തന്നെയാണ് പ്രഭാകരൻ ചേട്ടൻ തുടർന്നത്. തുടർന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബ് അസിസ്റ്റന്റ് പോസ്റ്റിൽ ഒഴിവ് വന്നപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ നിന്ന് തന്റെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഉള്ള പ്രൊമോഷൻ നേടി. ഇവിടെ നിന്ന് വളരെ അകലെ കിലോമീറ്ററുകളുള്ള സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏങ്ങണ്ടിയൂരാണ് പ്രഭാകരേട്ടൻ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആദ്യമായി നിയമിതനായത്. സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഹയർ സെക്കൻഡറിയുടെ തുടക്കകാലത്ത് ലാബ് അസിസ്റ്റന്റായി നിയമനം ലഭിച്ച ആളാണ് പ്രഭാകരൻ ചേട്ടൻ. തുടക്കത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ വളരെ നല്ല രീതിയിൽ തന്നെ സേവനം ചെയ്തതിനു ശേഷം 3/3/2009 പ്രഭാകരൻ ചേട്ടൻ നമ്മുടെ സ്കൂളിലേക്ക് ലാബ് അസിസ്റ്റന്റായി ട്രാൻസ്ഫർ നേടി. വളരെ അകലെ നിന്നും വളരെ അടുത്തുള്ള സ്കൂളിലേക്ക് ട്രാൻസ്ഫർ നേടിയത്. 3/3/2009 നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വന്ന പ്രഭാകരൻ ചേട്ടൻ നമ്മുടെ സ്കൂളിന്റെ സ്വന്തമായി. CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ കുടുംബാംഗമായി. തുടർന്നുള്ള 11 വർഷക്കാലങ്ങൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചിത്രമായ സേവനമാണ് പ്രഭാകരൻ ചേട്ടൻ ചെയ്തിരുന്നത്. സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വിനോദയാത്രകളിലും സജീവ സാന്നിധ്യമായിരുന്നു പ്രഭാകരൻ ചേട്ടൻ. എല്ലാ കാര്യത്തിലും വളരെ ചിരിച്ചുകൊണ്ടും
സന്തോഷത്തോടെയും പങ്കെടുക്കുന്ന പ്രഭാകരൻ ചേട്ടന്റെ മുഖം ആർക്കും മറക്കാൻ പറ്റില്ല. സ്കൂളിലെ കെമിസ്ട്രി ലാബിന്റെയും ബോട്ടണി ലാബിന്റെയും ചുമതലയാണ് പ്രഭാകരൻ ചേട്ടൻ ഏറ്റെടുത്തിരുന്നത്. ഏറ്റെടുത്തിരുന്ന ജോലികളെല്ലാം വളരെ സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി ചെയ്യുന്ന പ്രഭാകരൻ ചേട്ടൻ എല്ലാവർക്കും ഒരു മാതൃകയാണ്. നിശബ്ദനായി തൻ്റെ കർത്തവ്യങ്ങൾ ആരോടും ഒരു പരിഭവവും പറയാതെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പ്രഭാകരൻ ചേട്ടൻ ചെയ്തിരുന്നത്. എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് പ്രഭാകരൻ ചേട്ടൻ. തൻ്റെ ലാബിലെ കാര്യങ്ങൾക്ക് പുറമെ ഓഫീസ് കാര്യങ്ങളിലും ശമ്പളബലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമെല്ലാം വളരെ ആ പരിചയ സമ്പത്ത് സ്കൂളിന് വളരെ അനുഗ്രഹമായി. പരീക്ഷ സംബന്ധമായ ജോലികളിൽ പ്രഭാകരൻ ചേട്ടൻ്റെ പരിചയ സമ്പത്ത് സ്കൂളിന് വളരെ മുതൽക്കൂട്ടായിരുന്നു. പരീക്ഷാ കവറുകൾ തുണിസഞ്ചിയിലാക്കി തുന്നിക്കെട്ടുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. വളരെ കൃത്യമായും ഭംഗിയായും തന്നെ പരീക്ഷയുടെ പേപ്പറുകളെല്ലാം തന്നെ പ്രഭാകരൻ ചേട്ടൻ തുന്നിക്കെട്ടുമായിരുന്നു. അതോടൊപ്പം തന്നെ പരീക്ഷയുടെ എല്ലാ കാര്യങ്ങളിലും പ്രഭാകരൻ ചേട്ടൻ്റെ സാന്നിധ്യം വളരെ വളരെ മികച്ചതായിരുന്നു. ഈ അവസരത്തിൽ CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എല്ലാ നന്ദിയും നേരുന്നു. കൃഷിയെയും പശുക്കളെയും ഏറെ സ്നേഹിച്ചിരുന്ന നല്ലൊരു കർഷകനാണ് പ്രഭാകരേട്ടൻ. റിട്ടയർമെൻറ്റിന് ശേഷം പൂർണ്ണമായും കൃഷിയിലേക്കും പശു വളർത്തലിലേക്കും ശ്രദ്ധ തിരിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. നമ്മൾക്ക് പ്രഭാകരൻ ചേട്ടൻ്റെ കൃഷിസ്ഥലവും പശുക്കളെയും ഒന്ന് നേരിൽ കാണാം. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എങ്ങും അതിരുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ. ഒത്തിരി മോഹം എന്നും മുത്തശ്ശി കഥ കേട്ടുറങ്ങ. ഒത്തിരി മോഹം മുത്തശ്ശി കഥ കേട്ടുറങ്ങ. എനിക്ക് വീടുമതി, നാടിൻ നന്മ മതി, പഴമയ്ക്ക് കൂട്ടായി ഞാനും എന്നും അറിയാതെ പറയാതെ സ്വപ്നങ്ങളിൽ വന്നണയും സഖി. നിൻ മനസ്സും മതി. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എങ്ങും അതിരുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി. ഒത്തിരി ഇഷ്ടം ഇന്നും മുറ്റത്തെ കളിയൂഞ്ഞാലാടാ. ഒത്തിരി ഇഷ്ടം മുറ്റത്തെ കളിയൂഞ്ഞാലാടാ. ഓർക്കാൻ കനവുമതി, കൂട്ടായി അമ്മ മതി, പണ്ടത്തെ പോലെന്നും ഞാനും ഇനി നിറവാർന്ന നിനവായി സല്ലപിക്കാൻ ഞാൻ അച്ഛനായി കാണും. ഈ തേന്മാവും മതി. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി,
എങ്ങും അതിരുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി. എങ്ങും അതിരുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ. ഒത്തിരി മോഹം എന്നും മുത്തശ്ശി കഥ കേട്ടുറങ്ങ. ഒത്തിരി മോഹം മുത്തശ്ശി കഥ കേട്ടുറങ്ങ. എനിക്ക് വീടുമതി, നാടിൻ നന്മ മതി. പഴമയ്ക്ക് കൂട്ടായി ഞാനും എന്നും അറിയാതെ പറയാതെ സ്വപ്നങ്ങളിൽ വന്നണയും സഖി. നിൻ മനസ്സും മതി. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി. എന്നും അതിരുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി. ഒത്തിരി ഇഷ്ടം ഇന്നും മുറ്റത്തെ കളിയൂഞ്ഞാലാടാ. ഒത്തിരി ഇഷ്ടം മുറ്റത്തെ കളിയൂഞ്ഞാലാടാ. ഓർക്കാൻ കനവുമതി, കൂട്ടായി അമ്മ മതി. പണ്ടത്തെ പോലെന്നും ഞാനും ഇനി നിറവാർന്ന നിനവായി സല്ലപിക്കാൻ ഞാൻ അച്ഛനായി കാണും. ഈ തേന്മാവും മതി. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി. എന്നും അതിരുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ. പ്രഭാകരേട്ടൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നീണ്ട സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു റിട്ടയർമെൻറ്റ് ജീവിതം ആശംസിക്കുന്നു. ഒപ്പം ഒരുപാട് പ്രാർത്ഥനകളും. പ്രഭാകരേട്ടൻ്റെ എല്ലാ ആശംസകളും, പ്രഭാകരേട്ടൻ്റെ എല്ലാ സേവനങ്ങൾക്കും, കെമിസ്ട്രി ലാബിലെ സുത്യർഹ സേവനത്തിനും ഹൃദയം നിറഞ്ഞു നന്ദി. നിശബ്ദമായ സേവനത്തിലൂടെ കൃത്യനിർവഹണത്തിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രഭാകരേട്ടന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ഈ അവസരത്തിൽ സർവ്വ നന്മകളും നേരുന്നു.
പ്രഭാകരേട്ട എന്ന വിളിയിൽ തന്നെ പ്രകടമാകുന്നുണ്ട് പ്രഭാകരേട്ടനോടുള്ള സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ആഴം. ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ സേവനങ്ങൾക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ റിട്ടയർമെന്റ് ജീവിതം നന്മ മാത്രം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്രയും നാളത്തെ നല്ല ഒരു ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന പ്രഭാകരേട്ടന് വിജയകരമായതും കർമ്മോത്സവമായതുമായ ഒരു വിശ്രമജീവിതം ആശംസിക്കുന്നു. നന്ദി. പ്രിയപ്പെട്ട പ്രഭാകരേട്ട, ഇനിയുള്ള റിട്ടയർമെന്റ് ജീവിതകാലം വളരെ സന്തോഷപ്രദവും എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞതാവട്ടെ എന്ന് വളരെ സ്നേഹത്തോടുകൂടി ആശംസിച്ചുകൊള്ളുന്നു. നാട്യങ്ങൾ ഒട്ടും തന്നെയില്ലാത്ത ഞങ്ങളുടെ പ്രിയ പ്രഭാകരേട്ടൻ ഇത്രയും നാളും ഞങ്ങളോട് കാണിച്ച എല്ലാ കരുതലിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി. ഭാവി ജീവിതം ഏറ്റവും മംഗളമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രഭാകരേട്ടൻ ഏലിയാസ് പ്രഭേട്ടൻ, ഗ്രാമത്തിൻ്റെ നൈർമല്യവും സന്മനസ്സും, എന്നാൽ പഴമയുടെ പ്രൗഢിയും കണിശവും എല്ലാം ഒരാളിൽ കാണുക അപൂർവം. എല്ലാ നന്മകളും പ്രഭാകരേട്ടൻ നേർന്നുകൊണ്ട്. പ്രഭാകരേട്ടൻ നല്ലൊരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു. അഡ്മിഷൻ സമയത്ത് ഫീസ് കളക്ട് ചെയ്യുന്നത് മുതൽ ലാബുകൾ സെറ്റ് ചെയ്യുന്ന കാര്യത്തിലും RDDയിലേക്ക് ബില്ലുകൾ സെറ്റ് ചെയ്യുന്ന കാര്യത്തിലും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് മുൻപും അതിനുശേഷവും പേപ്പറുകളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കുന്ന കാര്യത്തിലും പ്രഭാകരേട്ടൻ തൻ്റെ വൈദഗ്ധ്യം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മളോടൊക്കെ വളരെ സൗഹാർദ്ദപൂർവ്വം പെരുമാറുന്ന പ്രഭാകരേട്ടന് റിട്ടയർമെന്റ് ജീവിതത്തിലെ എല്ലാ നന്മയും ഐശ്വര്യവും ആശംസിക്കുന്നു. താങ്ക് യു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രഭാകരേട്ട, ആദ്യം തന്നെ ഒരു ഹാപ്പി റിട്ടയേർഡ് ലൈഫ് നേരുന്നു. എപ്പോഴും പുഞ്ചിരിയോടുകൂടി ഓഫീസിലിരിക്കുകയും കൃഷിയെക്കുറിച്ചും മറ്റുള്ള നാട്ടുവാർത്തകളെക്കുറിച്ചും നല്ല രീതിയിൽ പറഞ്ഞു തരികയും അതിലുപരി എല്ലാവരോടും സൗഹൃദം പുലർത്തുന്ന പ്രഭാകരേട്ടനെ എൻ്റെയും കുടുംബത്തിൻ്റെയും ഹാപ്പി റിട്ടയേർഡ് ലൈഫ്. വീട്ടിൽ റിട്ടയർ ചെയ്തിട്ടിരിക്കുമ്പോൾ കൃഷിയും മറ്റു അനുബന്ധ കാര്യങ്ങളും ചെയ്ത് സുഖമായിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കാപട്യങ്ങളില്ലാത്ത, നാട്യങ്ങളില്ലാത്ത, മുഖംമൂടിയില്ലാത്ത സ്നേഹം, സൗഹൃദം, അതാണ് പ്രഭാകരേട്ടൻ. പ്രഭാകരേട്ടൻ്റെ ഈ വിശ്രമ ജീവിതത്തിൽ ആ സ്നേഹവും സമാധാനവും എന്നെന്നും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി. നീണ്ട കാലയളവിന് ശേഷം ഈ മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് കാലെടുത്തു വെച്ച നമ്മുടെ പ്രഭാകരേട്ടന് സർവേശ്വരൻ സർവ്വ ഐശ്വര്യവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രഭാകരേട്ടനെ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും സെൻറ് തോമസ് കോളേജ് ഹൈസ്കൂളിൽ വെച്ചാണ്. ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് വനന്തരപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ്. പ്രഭാകരേട്ടൻ എന്നും എനിക്കൊരു ആശ്ചര്യമാണ്. അദ്ദേഹത്തിന് ഒരു കാര്യത്തിലും ടെൻഷൻ ഇല്ല. എനിക്ക് എല്ലാ കാര്യത്തിലും ടെൻഷൻ ആണ്. പുഞ്ചിരിക്കുന്ന പ്രഭാകരേട്ടനെ കാണുമ്പോൾ തന്നെ എൻ്റെ ടെൻഷൻ ഇല്ലാതെയാണ്. പിന്നെ പ്രത്യേകിച്ച് ബോട്ടണി പ്രാക്ടിക്കൽ ലാബിൽ അദ്ദേഹം ഉള്ളത് വലിയ സഹായമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എത്രയും വേഗം റിട്ടയർ ചെയ്ത് തനിക്ക് ഇഷ്ടമുള്ള കൃഷി കാര്യങ്ങളിൽ വ്യാപൃതനാകുക എന്നുള്ളതാണ്. ഈ തരുണത്തിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രഭാകരേട്ട മക്കളോടും പേരക്കുട്ടികളോടും ഒക്കെ ചേർന്ന് വളരെ സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടെയൊക്കെയുള്ള ഒരു ജീവിതം ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓരോരുത്തരുടെയും ഔദ്യോഗിക ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയ വ്യക്തികൾ വിട പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആലങ്കാരികപരമായ വാക്കുകൾ പറയാൻ പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. റിട്ടയർമെന്റ് ലൈഫ് എന്നത് പുതിയ കർമ്മമണ്ഡലത്തിലേക്ക് എത്തുവാനുള്ള അവസരമായിട്ടാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ പ്രഭാകരേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചെയ്യേണ്ടത് എന്ന വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ട്. ആ സംരംഭങ്ങൾ വിജയത്തിലേക്ക് എത്താൻ ജഗദീശ്വരൻ സഹായിക്കട്ടെ. എല്ലാറ്റിലുപരി ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിട പറയുന്ന പ്രഭാകരേട്ടനെ
എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു. പ്രഭാകരൻ ചേട്ടനെ കുറിച്ച് അധികമൊന്നും പറയുന്നില്ല. 11 വർഷക്കാലം എൻ്റെ ഒരു ധൈര്യമായിരുന്നു പ്രഭാകരേട്ടൻ. എന്ത് പ്രശ്നം വന്നാലും, എന്ത് ഓഫീസുമായി എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രഭാകരേട്ട എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മറുപടി കിട്ടും. ആ മറുപടിയായിരുന്നു എൻ്റെ ധൈര്യം. ഈ 11 വർഷക്കാലം ഓഫീസിൽ ഒരുമിച്ചിരുന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി കാണുന്നു. പ്രഭാകരേട്ടന് റിട്ടയർമെന്റിന്റെ എല്ലാ ആശംസകളും നേരുന്നു.